Good morning. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ട്രൈബ്യൂണലാണ്. സെക്ഷൻ 81 ഓഫ് ദി കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട് എന്ന ടോപ്പിക് പറഞ്ഞിരുന്നു അല്ലേ. ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ദി കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ഇൻ ഓർഡർ ടു settle the dispute as per the provisions of this act, there are two authorities. One is registrar and the other one is the cooperative arbitration court. In case of the monetary dispute, that should be decided by the registrar, and in case of the non-monetary dispute, that should be referred to the cooperative arbitration court. And Section 81 provides for the constitution of the tribunal as an appellate authority. അതായത് രജിസ്ട്രാർ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ ഡിസിഷന് എന്തെങ്കിലും ഇൻ കേസ് ഓഫ് ആൻ അഗ്രീഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം, അപ്പീൽ ഫയൽ ചെയ്യാം. അഗ്രീഡ് പാർട്ടി മീൻസ് ദ പേഴ്സൺ അഗൈൻസ്റ്റ് ഹൂം or the party against whom the decision is taken by the registrar or cooperative arbitration court. അല്ലേ, ആർക്കെതിരെയാണോ വിധി വന്നത് അവർക്ക് എന്ത് ചെയ്യാം, കേസിൽ പരാജയപ്പെട്ടവർക്ക് അല്ലേ അവർക്ക് എന്ത് ചെയ്യാം, അപ്പീൽ ഫയൽ ചെയ്യാം. അങ്ങനെ അപ്പീൽ ഫയൽ ചെയ്യാനുള്ള അപ്പലേറ്റ് അതോറിറ്റിയാണെന്ന് പറയാം സെക്ഷൻ 81 പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ട്രൈബ്യൂണൽ. ഓക്കെ, സെക്ഷൻ 81 provides for the constitution of the tribunal by the government consisting of a single member to exercise the powers and discharge the functions conferred under this act. ഓക്കെ, അപ്പോൾ ഈ ആക്ട് പ്രകാരം ഗവൺമെൻറ് എന്ത് ചെയ്യുക, ട്രൈബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദി മെമ്പർ ഓഫ് ദി ട്രൈബ്യൂണൽ ഹാസ് ടു ബി ദ സ്റ്റാറ്റസ് ഓഫ് എ ഡിസ്ട്രിക്ട് ജഡ്ജ് ഓഫ് ദി സ്റ്റേറ്റിൻ്റെ ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ പവറാണ് ആർക്കുള്ളത്, ട്രൈബ്യൂണലിന് ഉള്ളത്. ദെൻ ദ സാലറി അലവൻസസ് ആൻഡ് അതർ കണ്ടീഷൻസ് ഓഫ് ദി സർവീസ് ആർ ഡിസൈഡഡ് ബൈ ദി ഗവൺമെൻറ്. Then the tribunal appointed under section 81 shall be called Kerala Cooperative Tribunal, and its headquarters is at Tribunal. Okay, tribunal അറിയപ്പെടുന്ന കേരള കോപ്പറേറ്റീവ് ട്രൈബ്യൂണൽ ആണ്, ആൻഡ് ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് അറ്റ് ട്രിവാൻഡ്രം. ഓക്കെ, ആസ് പെർ സെക്ഷൻ 82 appeal to tribunal, then the section 82 provides that the tribunal in certain cases the concerned party can file an appeal before the tribunal within 60 days of the such an order. എന്ത് ചെയ്യാം, അത് ഏതൊക്കെ കേസിലാണ് കൺസേൺഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം, അപ്പീൽ ഫയൽ ചെയ്യാം. അപ്പീലിൻ്റെ പീരീഡ് എന്ന് പറയുന്നതാണ് വിത്തിൻ 60 days ഓഫ് ആൻ ഓർഡർ. അതായത് ഏത് ഓർഡർ ആയാലും ആ ഓർഡർ ഇഷ്യൂ ചെയ്ത് 60 ദിവസത്തിനുള്ളിലാണ് എന്ത് ചെയ്യേണ്ടത്, അപ്പീൽ ഫയൽ ചെയ്യേണ്ടത്. ഇനി ഏതൊക്കെ കേസാണ് നോക്കാത്. ഒന്ന്, ആൻ അവാർഡ് ഓഫ് ദി കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് അണ്ടർ സെക്ഷൻ 70. അല്ലേ, അവാർഡ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ ഓർഡറിനെതിരെ സെക്ഷൻ 70 പ്രകാരം കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെതിരെ എന്ത് ചെയ്യാം, നമുക്ക് ഓർഡറിൻ്റെ അപ്പീൽ ഫയൽ ചെയ്യാം. ഇനി ആൻ ഓർഡർ ഓഫ് ദി രജിസ്ട്രാർ ഫോർ കമ്പൾസറി അമാൽഗമേഷൻ ഓർ ഡിവിഷൻ ഓഫ് എ സൊസൈറ്റി. ഓക്കെ, നമ്മൾ സെക്ഷൻ 14 പഠിച്ചിട്ടുണ്ട്. അമാൽഗമേഷൻ ആൻഡ് ഡിവിഷൻ, അതിൽ തന്നെ കമ്പൾസറി അമാൽഗമേഷൻ, കമ്പൾസറി ഡിവിഷൻ ഉണ്ട്. ദ രജിസ്ട്രാർ ഡയറക്ട് ദ സൊസൈറ്റി അല്ലെ ടു അമാൽഗമേറ്റ് ഓർ ടു divide the society. Then the concerned society can file an appeal. അല്ലെ, this is a decision of the registrar. രജിസ്ട്രാറിൻ്റെ ഡിസിഷനെതിരെ എന്ത് ചെയ്യാം, ട്രൈബ്യൂണലിൽ അപ്പീൽ ഫയൽ ചെയ്യാം. ദെൻ 3, എനി ഓർഡർ ഓർ ഡിസിഷൻ മെയ്ഡ് ബൈ ദി രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 70. അല്ലെ, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് പോലെ തന്നെയുള്ള ഡിസ്പ്യൂട്ട് ഡിസൈഡ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുക, രജിസ്ട്രാർ. അപ്പോൾ രജിസ്ട്രാറുടെ ഓർഡർ ഡിസിഷനെതിരെ എന്ത് ചെയ്യുക, അപ്പീൽ ഫയൽ ചെയ്യാം. ആൻഡ് എനി ഡിസിഷൻ ഓഫ് ദി പേഴ്സൺസ് അപ്പോയിൻറ്റഡ് ബൈ ദി ഗവൺമെൻറ് ടു ഹിയർ ദി ആർബിട്രേഷൻ. ഇനി ഏതെങ്കിലും കേസിൽ ഗവൺമെൻറ് ആർബിട്രേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഏതെങ്കിലും പേഴ്സൺ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ ഡിസിഷൻസിന് എന്ത് ചെയ്യാം, നമുക്ക് അപ്പീൽ ഫയൽ ചെയ്യാം. ആൻ ഓർഡർ പാസ്ഡ് ബൈ ദി ട്രൈബ്യൂണൽ ഷാൽ ബി ഫൈനൽ. അല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞ് നമുക്കറിയാം അതാണ് ഇൻ കേസ് ഓഫ് ആൻ ഓർഡർ ഇഷ്യൂഡ് ബൈ ദി ഹൈക്കോർട്ട്. അല്ലെ, ഇൻ കേസ് ഓഫ് എ ഹൈക്കോർട്ട്, if the order is issued by a single bench, then we can file appeal before the division bench. Then and a decision on the decision of the that means against the decision of the double bench, then we can file appeal before the Supreme Court. അല്ലേ, സിംഗിൾ ബെഞ്ചാണ് നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ ബെഞ്ചിൻ്റെ അടുത്ത് എന്ത് ചെയ്യുക, അപ്പീൽ ഫയൽ ചെയ്യുക. ഇനി ഹൈക്കോടതിയിലെ ഡബിൾ ബെഞ്ചാണ്
ഓർഡർ ഇഷ്യൂ ചെയ്തെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹൈക്കോടതിയുടെ അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്, സുപ്രീം കോടതിയാണ്. നമുക്ക് എന്ത് ചെയ്യാം, സുപ്രീം കോടതി എന്ത് ചെയ്യാം, സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുക, ഇവിടെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് അല്ലെങ്കിൽ രജിസ്ട്രാറുടെ ഡിസിഷനെതിരെ നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ 81 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ട്രൈബ്യൂണലിൽ അപ്പീൽ ഫയൽ ചെയ്യാം. ഓക്കെ, അതാണ് അപ്പീൽ ടു ട്രൈബ്യൂണൽ അണ്ടർ സെക്ഷൻ 82 പറയുന്നത്. സെക്ഷൻ 81 റിലേറ്റഡ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ട്രൈബ്യൂണൽ ആൻഡ് 82 റിലേറ്റഡ് ടു അപ്പീൽ ടു ട്രൈബ്യൂണൽ ആൻഡ് സെക്ഷൻ 83 പ്രൊവൈഡ്സ് ഫോർ അപ്പീൽ ടു അതർ അതോറിറ്റീസ്. ഇനി ട്രൈബ്യൂണൽ അല്ലാണ്ട് എന്ത് ചെയ്യാം, അതർ അപ്പീൽ അതോറിറ്റി ഏതൊക്കെയാണെന്ന് പറയുക. ഇനി ആ കേസിൽ അതർ അപ്പീൽ അതോറിറ്റി എന്ന് പറയുന്നത് സെക്ഷൻ 83 പറയുന്നത്. അത് എന്ന് പറയുന്നത് ഏതാണോ, ഒന്ന് ഗവൺമെൻറ് ആണ് എന്ത് ചെയ്യുക, അതുപോലെ തന്നെ ചില കേസിൽ എന്താണ്, രജിസ്ട്രാറാണ്. ഇപ്പോൾ ചില ഗവൺമെൻറ് ഡിസിഷനെതിരെ എന്ത് ചെയ്യുക, നമുക്ക് രജിസ്ട്രാർക്ക് അപ്പീൽ ഫയൽ ചെയ്യാം. ഇനി ചില കേസിൽ രജിസ്ട്രാർ എടുത്ത തീരുമാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗവൺമെൻറ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഗവൺമെൻറ് നമുക്ക് എന്ത് ചെയ്യാം, അപ്പീൽ ഫയൽ ചെയ്യാം. അതേത് കേസ് എന്നുള്ളതാണ് സെക്ഷൻ 83 പറയുന്നത്. അത് അപ്പീൽ ടു അതർ അതോറിറ്റീസിൽ ഫസ്റ്റ് കേസ് പറയുന്നത്, ഒന്ന്, an order of the registrar made under section 7 subsection 12 revision to register a society. അപ്പോൾ രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റി ബന്ധപ്പെട്ടാണ് സെക്ഷൻ 7 നമുക്കറിയാം അല്ലേ. നമ്മൾ പിന്നെ ആപ്ലിക്കേഷൻ രജിസ്ട്രാർക്കാണ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക. ഇനി ഇപ്പോൾ രജിസ്ട്രാർ എന്ത് ചെയ്യുക, ഒരു സൊസൈറ്റീനെ രജിസ്റ്റർ ചെയ്യുന്നില്ല, എന്ത് ചെയ്തു, റെഫ്യൂസസ് ടു രജിസ്റ്റർ ദി സൊസൈറ്റി, ആപ്ലിക്കേഷൻ ഫോർ ദി രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി. ഇൻ സച്ച് എ കേസ് ഇഫ് ദർ ഈസ് എനി റീസണബിൾ സിറ്റുവേഷൻസ് then the concerned society can file an appeal before the government. എന്ത് ചെയ്യാം, രജിസ്ട്രാർ ഡിസിഷനെതിൽ എന്ത് ചെയ്യാം, ഗവൺമെൻറ് നമുക്ക് എന്ത് ചെയ്യാം, അപ്പീൽ ഫയൽ ചെയ്യാം. അതാണ് സെക്ഷൻ ഫസ്റ്റ് കേസ് ആയിട്ട് പറയുന്നത്. ആൻ ഓർഡർ ഓഫ് ദി രജിസ്ട്രാർ മെയ്ഡ് അണ്ടർ സെക്ഷൻ 7 സബ്സെക്ഷൻ 12 റിവ്യൂസ് ടു രജിസ്റ്റർ സൊസൈറ്റി. ഇനി രണ്ടാമത്തെ കേസ് പറയുന്നത്, ആൻ ഓർഡർ ഓഫ് ദി രജിസ്ട്രാർ മെയ്ഡ് അണ്ടർ സെക്ഷൻ 12 സബ്സെക്ഷൻ 14 റിവ്യൂസ് ടു രജിസ്റ്റർ ആൻ അമെൻമെൻറ്റ് ടു ബൈലോ ഓഫ് ദി സൊസൈറ്റി അല്ലെ. സെക്ഷൻ 12 റിലേറ്റഡ് ടു അമെൻമെൻറ്റ് ഓഫ് ബൈലോ. Then a provision or amendment shall be came into effect only if it is registered by the registrar. അല്ല, അത് രജിസ്ട്രാർ അംഗീകരിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും അമെൻമെൻറ്റ് നിലവിൽ വരികയുള്ളൂ. ഇനി ഇഫ് ദ രജിസ്ട്രാർ refuses to register an amendment of bylaw then we can file an appeal before the government. അല്ല, അത് രജിസ്ട്രാർ തീരുമാനത്തിനെതിരെ നമുക്ക് എന്ത് ചെയ്യാം, ഗവൺമെൻറ്റിൽ അപ്പീൽ ഫയൽ ചെയ്യാം. ആൻഡ് എ ഡിസിഷൻ ഓഫ് എ സൊസൈറ്റി refusing to admit any person as a member of the society or expelling any member of a society. ഓക്കെ, അടുത്ത കേസ് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നെന്താണ്, എ ഡിസിഷൻ ഓഫ് സൊസൈറ്റി ടു രജിസ്റ്റർ ദി refusing to admit any person as a member of a society. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നമുക്കറിയാം എന്ത് ചെയ്യാം, സൊസൈറ്റി നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് മെമ്പർഷിപ്പിന് വേണ്ടി ഇനി എന്ത് ചെയ്യുക, ബോർഡ് ഓഫ് മീറ്റിംഗ് ആണ് എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഇഫ് ദി സൊസൈറ്റി refuses to admit the person as a member then the concerned member can file an appeal for the government. Or in other cases if a society expel by passing a special resolution, a society can expel a member and in such a case the concerned member can file an appeal for the government against the decision of the society. Okay, that is another cases. And another one, an order made by the registrar under section 67 for apportionment of the cost of an inquiry held under section 65 or inspection made under section 66. Okay, that means in case of an inquiry or inspection held as per the request of the creditors of the society, in such a cases the cost should be apportioned among the creditors as well as the സൊസൈറ്റി അല്ലേ. അതായത് സൊസൈറ്റിയുടെ ക്രെഡിറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് എൻക്വയറി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടക്കുന്നത്. എന്ത് ചെയ്യുക, അതിൻ്റെ കോസ്റ്റ് സൊസൈറ്റിയും ക്രെഡിറ്റേഴ്സും തമ്മിൽ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്തിട്ട് അപ്പോർഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് നടത്തണം. ഇനി അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഓഫ് അപ്പോർഷൻമെൻറ്റിൽ എന്തെങ്കിലും ദെൻ സൊസൈറ്റിയുടെ തീരുമാനത്തിനെതിരെ രജിസ്ട്രാറുടെ തീരുമാനത്തിനെതിരെ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജെക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പീൽ ഫയൽ ചെയ്യാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ആൻ ഓർഡർ ഓഫ് സർചാർജ് മെയ്ഡ് അണ്ടർ സെക്ഷൻ 68 നമ്മൾ പറഞ്ഞാൽ സർചാർജ് അല്ലേ. ഇപ്പോൾ സൊസൈറ്റി ഇൻ കേസ് ഓഫ് if any loss അല്ലേ due to society, any damage or loss due to society on account of the negligence or any other reasons, then such amount can be recovered from the concerned party അല്ലേ, who is responsible for such a loss. Then in such a cases as per section 68 the registrar can issue an order of surcharge. Then against that order the concerned party or society can file an appeal before the government. Okay, സർചാർജിനെതിരെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പീൽ ഫയൽ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വൺ,
An order made by the registrar under section 71 directing the winding up of a society. Section 71 ആണ് പറഞ്ഞിരുന്നതാണ് winding up of a cooperative society ആണ്. In certain circumstances, the registrar issue an order of winding up of a cooperative society. Then, in such cases, the concerned society can file. If the society is not ready to proceeds with the winding up order of the registrar, in such cases, the concerned society can file an appeal for the government. Next one, an order made by the liquidator of a society in exercising the powers conferred under section 73. Powers of the registrar as per section 73 is, as liquidator is given. And if any objections against the powers discharged by the liquidator appointed under section 72 and the discharge of his powers under section 73, then the concerned party can file an appeal. Okay. ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട ലിക്വിഡേറ്ററുടെ ഏതെങ്കിലും പ്രവർത്തനത്തിൽ പവേഴ്സിൽ then ഒബ്ജെക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ ഫയൽ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വൺ, ആൻ ഓർഡർ ഫോർ അറ്റാച്ച്മെൻറ്റ് ഓഫ് എനി പ്രോപ്പർട്ടി മെയ്ഡ് ബൈ ദി രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 78. സെക്ഷൻ 78 പ്രകാരം രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്ന ഓർഡർ ഫോർ ദി അറ്റാച്ച്മെൻറ്റ് ഓഫ് എനി പ്രോപ്പർട്ടി അതിനെന്ത് ചെയ്യാം, അപ്പീൽ വേണമെങ്കിൽ നമുക്ക് ഫയൽ ചെയ്യാം. ആൻഡ് ഫൈനലി, ആൻ ഓർഡർ മെയ്ഡ് ബൈ ദി എനി പേഴ്സൺ എക്സൈസിങ് ഓൾ ഓർ എനി പവേഴ്സ് ഓഫ് ദി രജിസ്ട്രാർ. അല്ലെ നമുക്കറിയാം സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പ്രകാരം എന്ത് ചെയ്യാം, the powers of the registrar may be conferred to some other person. അല്ലെ ഡെപ്യൂട്ടി രജിസ്ട്രാർ is there, assistant registrar is there, additional registrar is there, joint registrar is there. And if a registrar, that means if any powers exercised by such a persons and we have any objections against that the functions discharged by these persons, then we can file an appeal for the registrar. എന്ത് ചെയ്യാം, രജിസ്ട്രാറിന് മുമ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പീൽ ഫയൽ ചെയ്യാം. അഡീഷണൽ രജിസ്ട്രാറുടെ തീരുമാനത്തിനെതിരെ, ജോയിൻറ്റ് രജിസ്ട്രാറുടെ ഒരു തീരുമാനത്തിനെതിരെ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രജിസ്ട്രാറുടെ മുമ്പിൽ നമുക്ക് അപ്പീൽ ഫയൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയാണ് എന്ത് ചെയ്യാം, അപ്പീൽ എന്ന കേസ് ബന്ധപ്പെട്ട് പറയാം. ഒന്ന് ട്രൈബ്യൂണലാണ്, ഫസ്റ്റ് കേസ് സെക്ഷൻ 81 ട്രൈബ്യൂണലാണ്. ദെൻ രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞ സെക്ഷൻ 82 ആണ്. സെക്ഷൻ 82 പ്രകാരം അപ്പീൽ ടു ട്രൈബ്യൂണലാണ്. ഏത് കേസിലാണ് ട്രൈബ്യൂണൽ നമ്മൾ അപ്പീൽ ഫയൽ ചെയ്യുക. ഇനി 83 അപ്പീൽ ടു അതർ അതോറിറ്റീസ് ആണ്, ഇതൊക്കെ സെപ്പറേറ്റ് ചോദിക്കുന്നതാണ്. അപ്പോൾ അതർ അതോറിറ്റീസ് എന്നിട്ട് പറയുന്നത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ രജിസ്ട്രാറുമാണ്. അപ്പീൽ ടു അതർ അതോറിറ്റീസ്, അപ്പീൽ ടു അതർ അതോറിറ്റീസ് ഏത് കേസിലാണെന്ന് ഓർമ്മിക്കുക. ആൻഡ് ഫൈനലി ഫീ ഫോർ അപ്പീൽ റൂൾ 123 ഫീ ഫോർ അപ്പീൽ പറയുന്നത് ജസ്റ്റ് ഒന്ന് ഇൻഫോർമേഷന് വേണ്ടി പഠിച്ചു നോക്കുക. എന്താണ്, ഇൻ അപ്പീൽ ബിഫോർ ദി ട്രൈബ്യൂണൽ ദ ഫീ അറ്റ് ദി ഫോളോയിങ് റേറ്റ് ഷാൽ ബി പെയ്ഡ് ഇൻ കേസ് ഓഫ് മോണിറ്ററി ഡിസ്പ്യൂട്ട് 5% of the amount involved subject to a minimum of ₹200 and a maximum of ₹2000. മോണിറ്ററി ഡിസ്പ്യൂട്ടിൻ്റെ കേസിൽ ഫീ എന്ന് പറയുന്നത് മിനിമം ₹200, മാക്സിമം ₹2000 ആണ്. ദെൻ ഇൻ കേസ് ഓഫ് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്, if an dispute related to election, then the fee shall be 2000 and in other dispute 500. ഇലക്ഷൻ നോൺ മോണിറ്ററി ആകുമ്പോൾ ഇലക്ഷൻ ഡിസ്പ്യൂട്ടിൻ്റെ കേസ് 2000, ഇനി മറ്റ് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ 500 ആണ്. ഓക്കെ, ആൻഡ് ആപ്ലിക്കേഷൻ ഫോർ റിവിഷൻ അണ്ടർ സെക്ഷൻ 84 ആൻഡ് റിവ്യൂ അണ്ടർ സെക്ഷൻ 85 250. ഇനി റിവിഷനും റിവ്യൂ ആക്കേണ്ട കേസിലാണ് എന്ത് ചെയ്യുക, ₹250 ആണ് ഫീ. ജസ്റ്റ് ഇൻഫോർമേഷൻ വേണ്ടി ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ദീസ് ആർ ദി മാറ്റേഴ്സ് റിലേറ്റഡ് ടു ട്രൈബ്യൂണൽ ആൻഡ് അപ്പീൽ ടു ട്രൈബ്യൂണൽ. ഓക്കെ.